കേരള രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പ് പോരുകളെയും ആഭ്യന്തര തർക്കങ്ങളെയും മുതലെടുത്ത് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന എതിരാളികളുടെ തന്ത്രങ്ങൾ പലപ്പോഴും വാർത്തയാകാറുണ്ട്. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന ചർച്ചകളെ കയ്യാങ്കളിയായി ചിത്രീകരിക്കാൻ ആസൂത്രിതമായി നീക്കം നടത്തിയ ഒരു CPM നേതാവ് CCTV ക്യാമറയിൽ പതിഞ്ഞതോടെ പ്രശ്നം ചർച്ചയായിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ വ്യാജ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതും സോഷ്യൽ മീഡിയയിൽ ചേരിതിരിഞ്ഞുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിച്ച് പാർട്ടിയിൽ കലാപമുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്. തൃശൂർ വാടാനപ്പള്ളിയിൽ KC നയിക്കട്ടെ എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ച CPM പ്രാദേശിക നേതാവ് പിടിയിലായതോടെയാണ് ഈ നീക്കങ്ങൾ CCTV തെളിവുകളോടെ പുറത്തായിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഗ്രൂപ്പ് പോര് രൂക്ഷമാണെന്ന് വരുത്തി തീർക്കാൻ CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം അറവശ്ശേരി മുഹമ്മദാണ് രംഗത്തിറങ്ങിയത്. ശനിയാഴ്ച രാത്രി 11ഓടെ വാടാനപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സേവ് കോൺഗ്രസ് എന്ന പേരിൽ KC വേണുഗോപാലിന്റെ ഫോട്ടോ വെച്ച ബോർഡ് ഇയാൾ സ്ഥാപിക്കുകയായിരുന്നു. കോൺഗ്രസിനുള്ളിലെ തർക്കം രൂക്ഷമായതിനാൽ ഇത് അണികൾ ചെയ്തതാണെന്ന് വരുത്താനായിരുന്നു നീക്കം. എന്നാൽ പരിസരത്തെ CCTV ക്യാമറകൾ പരിശോധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നിൽ CPM നേതാവിന്റെ മുഖം തെളിയുകയായിരുന്നു. കേസിയുമായി ഒരു ബന്ധവും CPM നേതാവിനില്ല. ഇതോടെയാണ് ഗൂഢാലോചന പോലീസിന് വ്യക്തമായത്. ബോർഡ് സ്ഥാപിച്ചതിന് പിന്നാലെ ഞായറാഴ്ച രാവിലെ ഇയാൾ തന്നെ ഇതിന്റെ ചിത്രം പകർത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി നടക്കുന്നു എന്ന മട്ടിൽ സൈബർ ഇടങ്ങളിൽ പ്രചാരണം കൊഴുപ്പിക്കാനായിരുന്നു മുഹമ്മദിന്റെ ശ്രമം. എന്നാൽ CCTV ദൃശ്യങ്ങൾ പുറത്തായതോടെ CPM നേതാവ് വെട്ടിലായി. മേഖലയിൽ രാഷ്ട്രീയ കലാപം സൃഷ്ടിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടന്നതെന്ന് വ്യക്തമാണ്. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെത്തൽ ഒരു വലിയ ആശ്വാസമാണ് നൽകുന്നത്. പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ശ്രമിക്കുമ്പോൾ പുറത്തുനിന്നുള്ള ശക്തികൾ അസ്വസ്ഥതകൾ പുകയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം ഇത് തുറന്നു കാട്ടുകയാണ്. ഗ്രൂപ്പ് തർക്കങ്ങൾ സ്വാഭാവികമാണെങ്കിലും അത് കയ്യാങ്കളിയിലേക്കും പരസ്യമായ വാക്പോരിലേക്കും എത്തിക്കാൻ മൂന്നാമതൊരു കക്ഷി ശ്രമിക്കുന്നത് അതീവ ഗൗരവകരമായ കാര്യമാണ്. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആരും പാർട്ടിയെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് മുതിരില്ലെന്ന് ഉറപ്പാണ്. ഡൽഹിയിൽ ഹൈക്കമാൻഡിന് മുന്നിൽ നടക്കുന്ന ചർച്ചകളെ പോലും ഈ വ്യാജ പ്രചാരണങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. സതീശൻ പക്ഷം തനിക്കെതിരെ നുണപ്രചാരണം നടത്തുന്നുവെന്ന് വേണുഗോപാൽ രാഹുൽ ഗാന്ധിയോട് പരാതിപ്പെട്ടത് ഇത്തരം ബാഹ്യ ഇടപെടലുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിക്ക് മുന്നിൽ പോലും പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സുകൾക്ക് പിന്നിൽ സമാനമായ ഗൂഢാലോചനയുണ്ടോ എന്ന് പാർട്ടി രഹസ്യമായി അന്വേഷിക്കുന്നുണ്ട്. അധികാരം കിട്ടുന്നതിന് മുൻപേ കോൺഗ്രസ് തകരുന്നുവെന്ന് പ്രതീതി സൃഷ്ടിക്കാനാണ് CPM ശ്രമിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. മുഖ്യമന്ത്രി ചർച്ചകൾ നീളുന്നതിനിടയിൽ കിട്ടുന്ന ഓരോ പഴുതും കോൺഗ്രസിനെതിരെ തിരിക്കാനാണ് ഇടത് ക്യാമ്പുകളുടെ ശ്രമം. സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് അണികൾ എന്ന പേരിൽ വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ച് വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് വ്യാപകമാണ്. ഇത് നേതാക്കൾ തമ്മിലുള്ള വിശ്വാസ്യത തകർക്കാനും ചർച്ചകൾ കൂടുതൽ വഷളാക്കാനും കാരണമാകുന്നു. ഇതിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. എന്തായാലും CPM പ്രവർത്തകർ ആ ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്ന വീഡിയോ ഒന്ന് കാണാം.